ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നെറ്റ് കൊമേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. കഴിഞ്ഞ കുറച്ച് നെറ്റ് എക്സാമുകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ കൺസെപ്റ്റ് വിവരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നോക്കുക, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ദ ടൈം ഫ്രെയിം ഇൻ വിച്ച് എ സ്റ്റഡി എക്സ്പ്ലോർസ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ഈസ് ഓൾസോ കോൾഡ് ദ. ഇവിടെ പറയുന്നത് റിസർച്ചുമായി ബന്ധപ്പെട്ട്, ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു ടൈം ഫ്രെയിം, അതായത് നമ്മൾ എന്തിനെ പറ്റിയാണോ റിസർച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സിറ്റുവേഷനെ പറ്റി, അതുപോലെ തന്നെ ആ പ്രോബ്ലത്തെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയത്തിന് നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് റെഫറൻസ് പീരീഡ് ആണോ, ഏജ് ആണോ, ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ, അതോ റെട്രോസ്പെക്റ്റീവ് ടൈം ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ റെഫറൻസ് പീരീഡ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിയൽ റിസർച്ച് നടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് പ്രോബ്ലത്തിനെയാണോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനെയാണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ആ സിറ്റുവേഷനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള അതിനെപ്പറ്റിയുള്ള എന്താ പറയുക, സിറ്റുവേഷനും പ്രോബ്ലത്തെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു പഠനം, ഒരു ഇനീഷ്യൽ സ്റ്റഡി നടത്തുന്നത്. ആ സ്റ്റഡി നടത്തുന്നതിനെ, ആ ഒരു പീരീഡിനെ, ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണെന്ത്, റെഫറൻസ് പീരീഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലോഞ്ചിറ്റ്യൂഡിനാണെങ്കിൽ നമുക്കറിയാം, ദീർഘകാല അടിസ്ഥാനത്തേക്ക് റിസർച്ച് ചെയ്യുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് നമുക്ക് പറഞ്ഞാൽ അറിയാം. അത് റെട്രോസ്പെക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച റിസർച്ചിനെ ഒന്ന് പിന്നോട്ട് പോയി നോക്കുന്നതിനെയാണ് റെട്രോസ്പെക്റ്റീവ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടിയും പിന്നോട്ട് പോയി ചെക്ക് ചെയ്യുന്നതിന്, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് ടൈം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്, റെഫറൻസ് പീരീഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം. റീഅറേഞ്ച് ദ സ്റ്റെപ്പ് ഫോളോ ഇൻ ദ ഇവാലുവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ യൂസിങ് NPV മെത്തേഡ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ NPV മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാൽക്കുലേറ്റിംഗ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, ഐഡന്റിഫൈ ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്, ഫോർകാസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, റാങ്ക് ദ പ്രൊജക്ട് ആസ് പെർ NPV, കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസന്റ് വാല്യൂ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കേണ്ടത്. എപ്പോഴും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്, ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്. അതിൽ NPV എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡാണ്. ഈ NPV മെത്തേഡ് എന്താണ്, NPV മെത്തേഡിൽ ഏത് രീതിയിലാണ് നമ്മൾ ഇത് ഇവാലുവേഷൻ നടത്തുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ നെറ്റ് എക്സാമിൽ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നില്ലെങ്കിൽ എന്താണ്, ഐഡൻറ്റിഫൈ ചെയ്യലാവാം, ആദ്യത്തെ പ്രൈമറി ഇൻഫോർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യലാവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോർകാസ്റ്റ് ചെയ്യാവാം, നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും കാണുക, ആദ്യം ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം ഡാറ്റ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം വെക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും മിക്ക ചോദ്യങ്ങളിലും അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരിക. അപ്പോൾ അതിന് സിമിലറായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ വരുന്ന ഫസ്റ്റത്തെ സ്റ്റെപ്പ് വരേണ്ടത് എന്താണ്, ഫോർകാസ്റ്റിംഗ് ദ ക്യാഷ് ഫ്ലോ ആണ്. അതായത് NPV മെത്തേഡ് വഴി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്യുക C ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ C ഓപ്ഷൻ വരുന്ന ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. നോക്കുക, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്, ഇവിടെ ഐഡന്റിഫൈ ദ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്താണ്, ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, റാങ്ക് ദ പ്രൊജക്ട് ആസ് പെർ NPV. അപ്പോൾ ഈ 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ NPV മെത്തേഡ് വഴി നമ്മുടെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യത്തെയാണ്. അറേഞ്ച് ദ ടൈം സ്പെൻഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ബൈ ദ ഫോളോയിങ് പേഴ്സണൽ. ഇതും വളരെ കണ്ണിങ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ആരാണ്, അതിൻ്റെ ഓർഡർ എന്താണ്? നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഉള്ളിൽ പല തട്ടുകളുണ്ട്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ ടോപ്പ് ലെവലിലായിരിക്കും എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ കൂടുതലായിട്ടുണ്ടാവുക. ബോട്ടം ലെവലിലേക്ക് വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക്
അറിഞ്ഞിരിക്കണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, ടോപ്പിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, മിഡിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ലോവറിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതറിയുമെങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ പറയുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അഡ്മിനിസ്ട്രേഷൻ പവർ ഉള്ള അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കുറവ് അഡ്മിനിസ്ട്രേഷനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കും ആദ്യം വരിക. ഇവിടെ നോക്കാം ഈ ആൾക്കാർ ആരൊക്കെയാണ്, വർക്ക്സ് മാനേജർ, പ്രസിഡന്റ്, ഫോർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജർ. അപ്പോൾ നമ്മൾ ലോവർ ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെയുള്ള ആൾക്കാരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആരാണ്, അത് ഫോർമാനാണ്. ഓക്കെ, ഫോർമാനാണ്. ഫോർമാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വർക്ക് മാനേജറാണ്. അത് കഴിഞ്ഞാൽ ജനറൽ മാനേജറാണ്. അയാൾക്ക് മുകളിലാണ് ആര്, പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ മുകളിലാണ് ആര്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ആ ഹയറാർക്കി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസ് ഏതാണ്, ഫോർമാനാണ് വരിക. സി തുടങ്ങുന്നത്, എയിലാണ് സി തുടങ്ങുന്നത്. സോ നമ്മുടെ ഉത്തരം വരാൻ സാധ്യതയുള്ളത് എ ആണ്. ശരിയാണ്, എ ആണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നെറ്റ് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും വിശദമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമൺ ഡിഫിക്കൽട്ടീസ് ആർ ഫേസ് ഇൻ മേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റിങ്. ഇപ്പോൾ ഒരു ലീഡർ ആയിക്കോട്ടെ, ഒരു മാനേജർ ആയിക്കോട്ടെ, അയാൾ ഒരു ഡിസിഷൻ എടുക്കുവാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും വേണ്ടിയിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, പല ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ ആ ഡിഫിക്കൽട്ടീസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോമ്പിനേഷൻസ്. അപ്പോൾ ഇതിലുള്ള എല്ലാം ഡിഫിക്കൽട്ടീസ് ആണോ, അതോ ഇതിൽ ഏതൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങൾ നമ്മളെ തടുക്കുന്നു, മാനേജറെയോ ലീഡറെ തടുക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, നോൺ ആക്ഷനബിൾ ഇൻഫോർമേഷൻ. മാനേജർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നോൺ ആക്ഷനബിൾ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അയാളുടെ ഡിസിഷനെയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ബാധിക്കും. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇനി അൺസപ്പോർട്ടിങ് എൻവയോൺമെൻറ്റ്. ഒരു മാനേജർ അയാൾ ഡിസിഷൻ എടുത്തു, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം ആ ബിസിനസ്സിൻ്റെ അകത്തില്ല, ആ എൻവയോൺമെൻറ്റ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റും ശരിയാണ്. അൺസപ്പോർട്ടീവ് ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈസി ആക്സെപ്റ്റൻസ് ബൈ സബോർഡിനേറ്റ്സ്. അത് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടി അല്ല. സബോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നമ്മളെടുത്ത ഡിസിഷൻ എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും, സബോർഡിനേറ്റ്സ് നമ്മളെ ഒപ്പം ഉണ്ടെങ്കിൽ. അത് ഡിഫിക്കൽട്ടി അല്ല, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. ഇനി എന്താണ് ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അത് എംപ്ലോയിയും മാനേജർ ആയിക്കോട്ടെ, മാനേജറും ഹയർ അതോറിറ്റീസ് ആയിക്കോട്ടെ, എന്ത് വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് ഇൻഎഫിഷ്യൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ബിസിനസ്സിൻ്റെ അകത്ത് ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഡിസിഷനെ, ഇംപ്ലിമെൻറ്റേഷനെ സാരമായി ബാധിക്കും. ഇനി ഇൻകറക്റ്റ് ടൈമിംഗ്. നമ്മളെടുക്കുന്ന ഡിസിഷൻ തെറ്റായിട്ടുള്ള സമയത്താണെങ്കിൽ ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ ഒരു മഴ സീസണിൽ നമ്മുടെ കുടയുടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ഡിസിഷൻ എടുക്കാതെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ വേനൽക്കാലത്ത് കൂട്ടണം എന്നുള്ള ഡിസിഷൻ എടുക്കാതെ നമ്മൾ മഴക്കാലത്ത് പോയിട്ട് ഐസ്ക്രീം കമ്പനിയാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നൊരു ഡിസിഷൻ എടുത്താൽ അത് ബാഡ് ഡിസിഷനാണ്. ടൈമിംഗ് തെറ്റായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതുകൊണ്ട് ഇൻകറക്റ്റ് ടൈമിങ്ങും എന്താണ് ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മുടെ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ. അതുകൊണ്ട് സി മാത്രമാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് എ, ബി, ഡി, ഇ എന്നുള്ള സി എന്നുള്ള ഓപ്ഷനാണ്. ഉത്തരം സി ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റണം. 5ാമത്തെ ചോദ്യം നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഇൻകം ടാക്സ് ആക്ട് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ ഏത് ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ഏത് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇൻകം ടാക്സ് പഠിച്ച എല്ലാവർക്കും അറിയാം, നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് എന്താണ്, പ്രീവിയസ് ഇയറിൻ്റെ ടാക്സ് ആണ്
അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2024 മെയ് മാസത്തിലാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് നമുക്കറിയാം ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന ഫിനാൻഷ്യൽ ഇയർ അതിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുക. ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ 2024 2025, അതായത് 2024 ഏപ്രിൽ തൊട്ട് 2025 മാർച്ച് വരെയുള്ള സമയം, ഇതാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. പക്ഷേ ഈ അസസ് ചെയ്യുന്നത് ഏത് കൊല്ലത്തെ ടാക്സ് ആണ്? പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 2023 2024 എന്നുള്ള ഇയർ, അതാണ് പ്രീവിയസ് ഇയർ നമ്മുടെ ഇപ്പോൾ ഈ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻ്റ് ആണോ, ഇന്ത്യയിൽ റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിച്ചിട്ടാണ് അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യം തീരുമാനിക്കുക. നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പലവിധം ഉണ്ട്. ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ സിറ്റിസൺഷിപ്പിനെ ഇൻകം ടാക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഫുൾഫിൽ ചെയ്തതിനനുസരിച്ചാണ് അവരെ നമ്മൾ ഇൻകം ടാക്സ് അതോറിറ്റി അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ആ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം അയാൾ ആ വർഷത്തിൽ എത്ര ദിവസം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നതിനനുസരിച്ചാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഓരോ റെസിഡൻസ് സ്റ്റാറ്റസ് കാറ്റഗറിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് പെർസെൻറ്റേജ് ആണ് അടയ്ക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്താണ് വരിക? പ്രീവിയസ് ഇയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിഡൻറ്റ് സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ആൻഡ് അതർ പ്രാക്ടീസസ് ആസ് പെർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഓഫ് വിച്ച് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ അവൈലബിൾ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ. നമുക്കറിയാം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് നമുക്കറിയാം? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് അബാൻഡമെന്റ് എന്നുള്ള സ്റ്റേജിലാണ്. അങ്ങനെ പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ പല ഘട്ടങ്ങളിലൂടെ പ്രൊഡക്റ്റ് കടന്നു പോകും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഏത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നല്ലത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആ പ്രൈസിങ് സ്ട്രാറ്റജി ഈ നമ്മുടെ ലൈഫ് സൈക്കിൾ സ്റ്റേജസിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അറിയണം, അതിൻ്റെ സ്റ്റേജസിനെ പറ്റി അറിയണം, ഇനി പ്രൈസിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഓരോ പ്രൈസിങ് സ്ട്രാറ്റജിയും ഏത് പ്രൊഡക്റ്റ് ലൈഫ് സ്റ്റേജിലാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 5 തരത്തിലുള്ള പ്രൈസ് സ്ട്രാറ്റജീസ് ആണ്. ഒന്ന്, ഗ്രാജുവൽ റൈസ് ഇൻ പ്രൈസ് കുറേശ്ശെ കൂട്ടുന്നത്. പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇവിടെ പ്രൈസിലല്ല, പ്രൊഡക്റ്റിൽ ഇംപ്രൂവ്മെന്റ് വരുത്തലും മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ പ്രൈസ് ടു റിറ്റൈൻ സെയിൽസ്. എന്ത് ചെയ്യുക? പ്രൈസ് കുറയ്ക്കുകയാണ്. സ്കിമ്മിങ് പ്രൈസ് എന്താണ്? ഇനീഷ്യലി ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യും, പിന്നീട് കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയാണ്. ലാർജ് പ്രൈസ് കട്ട്, വലിയ പ്രൈസ് കട്ട് കൊടുക്കുകയാണ്. അതെപ്പോഴാണ് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ പ്രൈസിങ് സ്ട്രാറ്റജി ഏതൊക്കെയാണ്? സ്കിമ്മിങ് പ്രൈസ്, അതുപോലെ തന്നെ പെനട്രേഷൻ പ്രൈസിങ്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ പ്രൈസ്, അങ്ങനെയുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് എല്ലാം ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്ന സമയത്താണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്യാറ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ സ്കിമ്മിങ് എപ്പോഴായിരിക്കും? ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാത്രമേ സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ഓർഡറിൽ നോക്കുമ്പോൾ ആദ്യം വരേണ്ടത് സ്കിമ്മിങ് പ്രൈസിങ് ആണ്. അപ്പോൾ ഡി വരുന്നത് 2 ഉണ്ട്. ഇനി ഏതാ നോക്കാം. പിന്നെ വരുന്ന ഗ്രോത്ത് സ്റ്റേജ് ആണ്. ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ രീതിയിലുള്ള ഡിമാൻഡ് നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ റൈസ് ഇൻ പ്രൈസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കാം. കാരണം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രൈസ് കൂട്ടിയാലും ആളുകൾ വാങ്ങാനായിട്ടുണ്ട്. ഹൈ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ആണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. ഇത് ഗ്രോത്ത് ആണ് കേട്ടോ. ഓക്കെ, ഇനി മെച്യൂരിറ്റി സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൈസിങ് സ്ട്രാറ്റജി ആണ് നല്ലത്? ഇവിടെ നോക്കാം. അവിടെ പ്രൈസിന് പ്രാധാന്യമില്ല. നമ്മളൊരു ഹയസ്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു.
അപ്പോൾ ആളുകൾക്ക് ഇനി എന്താണ്, ആളുകളെ കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്റ്റിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ പ്രൊഡക്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവരേണ്ടി വരും, പുതിയ മോഡൽസ് കൊണ്ടുവരേണ്ടി വരും, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റിനെ മാറ്റേണ്ടതായിട്ട് വരും. മാർക്കറ്റിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വരുന്ന സ്ട്രാറ്റജിയാണ് ഏത്, പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന്. പ്രൊഡക്റ്റിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്താൻ മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ടാവുക. ഇനി മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്, നമ്മുടെ സെയിൽസും ഡിമാൻഡും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ കൊടുക്കാവുന്നത് നമുക്ക് എന്താണ്, ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൈസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് വാങ്ങാനായിട്ട് ശ്രമിക്കും. ഇനി അതിലും സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് അബാൻമെൻറ്റ് സ്റ്റേജിലെത്തും, വളരെ പരിതാപകരമായിട്ടുള്ള സ്റ്റേജിൽ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാർജ് പ്രൈസ് കട്ട്, വലിയ തോതിലുള്ള പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് പ്രകാരം ഏതായിരിക്കും ശരിയായിട്ടുള്ള ഓപ്ഷൻ, ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഈ സീക്വൻസ് പ്രകാരം ഇപ്പോൾ പറഞ്ഞ സീക്വൻസ് വരാം, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം, 7ാമത്തെ ചോദ്യം. ടാക്സ് ഓഡിറ്റ് ഈസ് കമ്പൽസറി ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ carrying on profession and whose gross receipt exceed which one of the following. ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക്, അയാൾക്ക് ടാക്സ് ഓഡിറ്റ് എപ്പോഴാണ്, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണക്ക് വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കുകയാണ്, ഒരു ഓഡിറ്ററെ വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ്. അതിൽ തെറ്റുകളുണ്ടോ, അതിലെന്തെങ്കിലും മാനിപ്പുലേഷൻസ് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ടാക്സ് പർപ്പസിനും കൂടി വേണ്ടിയാണ്. അപ്പോൾ ഒരു പ്രൊഫഷൻ, ഒരു ഇൻഡിവിജ്വൽ, സാധാരണ ഇതിൽ നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആയാലും വലിയ വലിയ കമ്പനീസ് ആയാലും ഓഡിറ്റ് കമ്പൽസറി ആണ്. എന്തായാലും എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് ഇൻകം ടാക്സ് പ്രകാരവും കമ്പനീസ് ആക്ട് പ്രകാരവും അത് നിർബന്ധമാണ്. പക്ഷേ ഒരു വ്യക്തികൾക്ക് ടാക്സ് ഓഡിറ്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു വ്യക്തി പ്രൊഫഷണൽ ആണെങ്കിൽ, അയാൾ പ്രൊഫഷണൽ, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, അയാൾക്ക് ഗ്രോസ് റെസിപ്റ്റ്, അയാളുടെ ഒരു വർഷത്തിൽ കിട്ടുന്ന ഗ്രോസ് റെസിപ്റ്റ് ഒരു തുകയിലും മുകളിൽ പോവുകയാണെങ്കിൽ അയാൾ എന്തായാലും ടാക്സ് ഓഡിറ്റ് ചെയ്യണം. അത് ഏതാണ് ആ തുക എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആ തുക വരുന്നത് 50 ലക്ഷമാണ്. 50 ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തി പ്രൊഫഷനിൽ നിന്നും ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്രോസ് റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അയാൾ എന്തായാലും എന്ത് ചെയ്യണം, ടാക്സ് ഓഡിറ്റ് നടത്തിയിരിക്കണം എന്നുള്ളത് നിയമപരമായിട്ട് കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ 50 ലക്ഷമാണ് ആ പരിധി, അത് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ കൊല്ലങ്ങളിൽ, അതുകൊണ്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് പ്രോസസ് ഇൻ പ്രോപ്പർ സീക്വൻസ് ടു കണ്ടക്ട് സയൻറ്റിഫിക് റിസർച്ച്. ഒരു സയൻറ്റിഫിക് റിസർച്ച് നടത്താനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സ്, അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജ് മിക്കതും എന്തൊക്കെയായിരിക്കും, ഒന്നില്ലെങ്കിൽ ഒബ്സർവ് ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യലായിരിക്കും, ഇതൊക്കെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് അതിൽ വരുന്നത് ഏതൊക്കെയാണ്. ഇവിടെ നോക്കിയേ, ഒബ്സർവേഷൻ ഓഫ് ഫാക്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുക. നമ്മൾ ഒരു റിസർച്ച് നടത്തുന്നതിന് മുന്നേ അവിടെയുള്ള ഫാക്ടറുകളെ പറ്റിയൊക്കെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, ഒബ്സർവ് ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡക്ഷൻ ചെയ്യുകയാണ്. ഇൻഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് മെക്കാനിസത്തിലേക്ക് നമ്മൾ ആ ഇൻഫോർമേഷൻസിനെ കടത്തിവിടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഇൻഫോർമേഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് പല എക്സ്പ്ലനേഷൻസ്, ഈ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മൾ ഒബ്സർവേഷൻ വഴി കിട്ടിയിട്ടുള്ള ഫാക്റ്റുകളെ പറ്റി ഒരുപാട് എക്സ്പ്ലനേഷൻസ്, അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇന്നതുകൊണ്ടാണ് നടന്നത്, ഇന്നത് നടക്കാൻ ഇന്നതാണ് കാരണം, ഇന്നത് നടന്നില്ലെങ്കിൽ ഇന്നത് നടക്കില്ലായിരുന്നു എന്നുള്ള പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് പ്രഡിക്ഷൻസ്, ഇനി ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പാസ്റ്റ് ഡാറ്റയെ അനലൈസ് ചെയ്യുകയും അതിനെ അതിന് എക്സ്പ്ലനേഷൻസ് കൊടുക്കുകയും വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, ഈ പ്രഡിക്ഷൻസ് ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അതാണ് ടെസ്റ്റിംഗ് പ്രഡിക്ഷൻസ്. അപ്പോൾ ഈ സീക്വൻസിലാണ് നമുക്ക് ഉത്തരം വരേണ്ടത്. സോ ഏതാണ് വരിക, CAEBD, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, റിസർച്ചിന്റെ പല സ്റ്റേജസിലുള്ള പ്രോസസ്സുകളെ പറ്റി. അപ്പോൾ റിസർച്ചിന്റെ സ്റ്റേജസ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അതിന്റെ ഓർഡർ പഠിച്ചിരിക്കണം, ഓരോ സ്റ്റേജിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതെന്തായാലും ചോദിക്കും. ചിലപ്പോൾ റിസർച്ച് റിപ്പോർട്ട് റൈറ്റ് ചെയ്യണതിൻ്റെ ഓർഡർ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ റിസർച്ച് സാമ്പിളിങ്ങിന്റെ ഓർഡർ ആയിരിക്കും ചോദിക്കുക. അങ്ങനെ സ്റ്റേജസ് ചോദിക്കാൻ സാധ്യത. റിസർച്ചിൻ്റെ എല്ലാ സ്റ്റേജിൻ്റെയും പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഹാസ് ബീൻ ദ പ്രൈമറി മോട്ടീവ് ഓഫ് സെൻട്രൽ ബാങ്ക്സ് റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ റീസെന്റ് ടൈംസ്? എന്തുകൊണ്ടാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ RBI ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ RBI എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുത്തുന്നത്, എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗെയിനിങ് കോമ്പറ്റീറ്റീവ്നെസ്, ടേമിംഗ് ഇൻഫ്ലേഷൻ, റേസിംഗ് എംപ്ലോയ്മെന്റ് ലെവൽസ്, കറൻസി ഡിപ്രീസിയേഷൻ എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇൻഫ്ലേഷൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ എക്കണോമിയിൽ പണത്തിൻ്റെ അളവ് കൂടുകയാണ്. പണത്തിൻ്റെ അളവ് കൂടുന്തോറും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ തന്നെ അതിൻ്റെ മൂല്യം കുറയും, പൈസയുടെ മൂല്യം കുറയും. എന്ത് സാധനമായാലും എന്താണ്, കൂടുതൽ സപ്ലൈ വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് കുറയും അല്ലേ. നമുക്കിപ്പോൾ ചക്കയുടെ സീസൺ വന്നു വയ്ക്കുക, ചക്കയുടെ സീസൺ വന്നാൽ ഒരുപാട് ചക്ക ഉണ്ടെങ്കിൽ ചക്കയുടെ വില കുറയും. നേരെ മറിച്ച് ചക്ക സീസൺ അല്ലെങ്കിൽ കുറച്ച് ചക്ക മാത്രമേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ചക്കയുടെ വില കൂടും. അതുപോലെ തന്നെയാണ് എന്താണ് ഈ കറൻസിയുടെ കാര്യമായാലും, മാർക്കറ്റിൽ കറൻസിയുടെ അളവ് കൂടുന്ന സമയത്ത് കറൻസിയുടെ വാല്യൂ കുറയും. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഇടപെടൽ നടത്തണം. മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? കറൻസി ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതിനുള്ള ഒരു വഴിയാണ് എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് ഇപ്പോൾ ലോൺ എടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നേരെ ബാധിക്കുക. ഈ ലോണിനെയും നമ്മൾ ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെയും അതുപോലെ തന്നെ ലോൺ എടുക്കുമ്പോൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റിനെല്ലാം എഫക്ട് ചെയ്യുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റുകളാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? കൂടുതൽ പൈസ ഗവൺമെൻറ്റിലേക്കോ ബാങ്കുകളിലേക്കോ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തുണ്ടാവും? മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പൈസ ഗവൺമെൻറ്റിലേക്ക് വരും. മാർക്കറ്റിലുള്ള പൈസയുടെ അളവ് കുറയും. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിഫ്ലേഷനാണ് ഉള്ളതെങ്കിൽ നേരെ മറിച്ചും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ടൈമിംഗ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം, 10ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ടു ആൻ എന്റർപ്രൈസ് വിത്ത് ലിറ്റിൽ എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്? നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള മോഡ് ഓഫ് എന്താണ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി ടു ഇന്റർനാഷണൽ ബിസിനസ് ഏതാണ് എളുപ്പം? എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർക്ക് ഏതായിരിക്കും എളുപ്പം? അത് എക്സ്പോർട്ടിംഗ് ആണ്. അക്വിസിഷൻ ആയാലും സ്ട്രാറ്റജിക് അലയൻസ് ആയാലും ജോയിന്റ് വെഞ്ചേഴ്സ് ആയാലും മോഡ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് തന്നെയാണ്. പക്ഷേ എക്സ്പോർട്ടിംഗ് ആണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കയറ്റി അയക്കാനായിട്ട് സാധിക്കും. അതിന് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ടാവും. അതുകൊണ്ട് എക്സ്പോർട്ടിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. ദ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ടിംഗ് ഓഫ് ട്രാൻസാക്ഷൻ കണ്ടെയ്നിങ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ടേംസ് ആസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഏതാണ് ഡോക്യുമെന്ററി എവിഡൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷനെ ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ്, ഓഡിറ്റ് പഠിച്ച എല്ലാവർക്കും അറിയുമായിരിക്കും, അതാണ് എന്ത്? വൗച്ചിങ് എന്നുള്ളത്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എവിഡൻസുകൾ, ഇപ്പോൾ ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് വെച്ചുകൊണ്ട് ആ ട്രാൻസാക്ഷൻ ശരിയാണെന്ന് പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി, അതിന് ബില്ല് കിട്ടുന്നു. ആ ബില്ലാണ് നമ്മുടെ എന്ത്? എവിഡൻസ് എന്ന് പറയുന്നത്. ആ എവിഡൻസ് വെച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ശരിയാണെന്ന് പരിശോധിക്കുകയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ദ സെൻട്രൽ ബാങ്ക് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഇൻ ദ എക്കണോമി ത്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോളിസീസ്? നോക്കുക, സെൻട്രൽ ബാങ്ക് നമ്മുടെ എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന പോളിസീസ് ഇറക്കുകയാണെങ്കിൽ ആ പോളിസീസിനെ പറയുന്ന പേരാണ് മോണിറ്ററി പോളിസീസ്. ഓക്കെ, എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് ഇറക്കുന്ന പോളിസീസ് ആണ് മോണിറ്ററി പോളിസീസ്. നേരെ മറിച്ച് എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇറക്കുന്ന പോളിസീസ് ആണ് എന്ത്? ഫിസിക്കൽ പോളിസീസ്. അപ്പോൾ രണ്ട് പോളിസീസ് മനസ്സിലാക്കുക. ഇവിടുത്തെ ഉത്തരം മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം, 13ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഫെമ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. അതായത് നമ്മുടെ കറൻസി, വിദേശ കറൻസി തമ്മിലുള്ള എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫെമ ആക്ടിന്റെ ദൗത്യം. ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഫെമ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. ഇവിടെ നോക്കുക, അവസാനത്തെ ഡ്രാഫ്റ്റ് ഡ്രോൺ ബൈ ബാങ്ക്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് പേയബിൾ ഇൻ ഫോറിൻ കറൻസി. ഡ്രാഫ്റ്റ് വന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, ഇന്ത്യയുടെ പുറത്താണ്. അതുപോലെ തന്നെ അത് പേ ചെയ്യേണ്ടതും ഫോറിൻ കറൻസിയിലാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവും ആ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടില്ല. പുറത്തുള്ള ഒരു ബാങ്കിൽ നിന്ന് വിദേശത്തുള്ള ഒരു രാജ്യത്തിലേക്കാണ് പേയ്മെന്റ് നടത്തുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലായിട്ട് ബന്ധം വന്നിട്ടില്ല. നേരെ മറിച്ച് ഇവിടെയൊക്കെ ആണെങ്കിൽ ഡെപ്പോസിറ്റ് പേയബിൾ ഇൻ എനി ഫോറിൻ കറൻസി, അത് ഇവിടെ നിന്നാണ്, നമ്മുടെ രാജ്യത്തു നിന്നാണ്. ഇന്ത്യയായിട്ട് ബന്ധമുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇന്ത്യൻ കറൻസി ബട്ട് പേയബിൾ ഇൻ എ
ഫോറിൻ കറൻസി, അത് ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസിയിൽ പേ ചെയ്യണം. അപ്പോൾ അവിടെയും നമ്മുടെ കറൻസി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. ഇനി ഇതിലും മൂന്നാമത്തെ ഓപ്ഷനിലും ഇന്ത്യൻ കറൻസിയുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കറൻസിയായിട്ട് റിലേഷൻ, ഇന്ത്യൻ കറൻസിയുമായിട്ട് റിലേഷൻ വരാത്ത ഒരു ട്രാൻസാക്ഷൻ അവസാനം പറഞ്ഞാണ്. അതുകൊണ്ട് ഇത് ഫെമയുടെ പരിധിയിൽ വരില്ല. ഇനി 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോൾ ഇൻ ദ ആംബിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002? കോമ്പറ്റീഷൻ ആക്ടിൽ പെടാത്ത ഏതുള്ളതാണ് ചോദ്യം. ഇവിടെ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, പ്രിവെന്റ് മോണോപോളിസ്റ്റിക് റൈറ്റ് അറൈസ് ഔട്ട് ഓഫ് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് നമുക്കറിയാം എന്താണ്, ട്രേഡ് മാർക്ക്, അതുപോലെ തന്നെ കോപ്പിറൈറ്റ്, അതൊക്കെയാണ്. ആ കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് ഉള്ളവരൊക്കെ ആ മോണോപോളി പവർ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആ അവകാശം അവർക്ക് മാത്രമാണ്. ഒരു പാട്ടിൻ്റെ അവകാശം കോപ്പിറൈറ്റ് എടുത്ത ആൾക്കാർ മാത്രമാണ്, ആ മോണോപോളി അവർക്ക് മാത്രമാണ്. അപ്പോൾ അത് റിസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മോണോപോളി റൈറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ സി മാത്രമാണ് അതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ നെറ്റ് കൊമേഴ്സിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമുക്കൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് നെറ്റ് കൊമേഴ്സ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നെറ്റ് കൊമേഴ്സിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ 9778826292 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയാം. നമ്മൾ നമ്മുടെ സിലബസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, PDF നോട്ട് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് റെഗുലറായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളായിക്കോട്ടെ, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും. 30 ദിവസം കൊണ്ട് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഉറപ്പ് നൽകാനായിട്ട് നമ്മുടെ ഈ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക, സമയം ഒട്ടും കളയാനില്ല. ഇതാണ് നമ്പർ, ഒന്നുകൂടി പറയാം, 9778826292 എന്നുള്ള നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം നോക്കാം. അറേഞ്ചിങ് ദ ഫോളോയിങ് ദ വൈൻഡിങ് അപ്പ് പ്രോസസ് ഓഫ് കമ്പനി. അപ്പോൾ താഴെ പറഞ്ഞ നിന്ന് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ സ്റ്റെപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചുപൂട്ടലാണ്. ആ അടച്ചുപൂട്ടുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കാം, സബ്മിഷൻ ഓഫ് റിപ്പോർട്ട് ഡയറക്റ്റ്, ഇവിടെ യെസ്, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്ന് പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ആദ്യം തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? വൈൻഡിങ് അപ്പ് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോയിൻമെന്റ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ. ഈ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന, കമ്പനി അടച്ചുപൂട്ടാൻ സഹായിക്കുന്ന, കോടതിയുടെ സഹായത്തോടുകൂടി ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ആര്? ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ് കോടതി നിയമിക്കുന്ന ആളാണ്. അയാളെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? അത് കഴിഞ്ഞാൽ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട് ബൈ കമ്പനി ലിക്വിഡേറ്റർ. അപ്പോൾ ലിക്വിഡേറ്റർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്? ഡയറക്ഷൻ ഓഫ് ട്രിബ്യൂണൽ ഓൺ റിപ്പോർട്ട് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. അതിന് ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടിനനുസരിച്ച് വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കും. പിന്നെന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അസെറ്റ്. എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയുടെ എല്ലാ കോൺട്രിബ്യൂട്ടേഴ്സിനും, അതായത് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ അത് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് എൻ്റെ വൈൻഡിങ് അപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠനം തുടരുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.